നമസ്കാരം. തിരിച്ചടിക്കണം, ആക്രമിക്കണം, സർജിക്കൽ സ്ട്രൈക്ക് നടത്തണം, ഇതൊക്കെ പറയുന്നത് ആരാ? അസ്ത്രം ഗഫൂർ, അതായത് ഡോക്ടർ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ചെയർമാൻ. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അധികാരത്തിൽ വരും, SDP അധികാരത്തിൽ വരും, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം, നമ്മൾ അസ്ത്രങ്ങൾ കയ്യിൽ കരുതി വെക്കണം എന്നൊക്കെ പറഞ്ഞ അസ്ത്രം ഗഫൂർ ആണ് പറയുന്നത് തിരിച്ചടിക്കണം, വെടിവെക്കണം, യുദ്ധമുണ്ടാകണം. അല്ലെ, ഇവർക്ക് യുദ്ധമുണ്ടാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ കൈവരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അത് വേറെ കാര്യം. എന്നാൽ പോലും ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് പ്രസ്താവന യുദ്ധങ്ങൾ നടത്താം, ഇവർക്ക് പാകിസ്ഥാൻ അനുകൂലമായി നിൽക്കാം, ഇവർക്ക് പാകിസ്ഥാനിലെ പാവങ്ങളെ കുറിച്ച് സംസാരിക്കാം, ഇവർക്ക് സേവ് പാകിസ്ഥാൻ, ഷേവ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാം. അത് വോട്ട് ബാങ്കാക്കി മാറ്റാനോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയപരമായി അതിനെ മാറ്റിയെടുക്കാനോ ഒക്കെ ഇവർക്ക് കഴിയും. അതിനുവേണ്ടിയാണ് യുദ്ധമുണ്ടാകണം എന്ന് പറയുന്നത്. കോൺഗ്രസും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷേ യുദ്ധം എങ്ങനെ ചെയ്യണം, യുദ്ധം ഏത് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പാകിസ്ഥാന് എങ്ങനെ തിരിച്ചടി കൊടുക്കണം, അത് യുദ്ധമാകണമോ മറ്റ് സർജിക്കൽ സ്ട്രൈക്കുകളാകണമോ മറ്റു രീതിയിൽ പാകിസ്ഥാനെ ഒതുക്കണമോ എന്നുള്ള കാര്യമൊക്കെ ഇന്ത്യൻ ഭരണ വർഗത്തിന് അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവർക്കറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയിലെ മറ്റു മന്ത്രിമാർക്കും ഒക്കെ അറിയാം. അവർ അത് ചെയ്തുകൊള്ളും. യുദ്ധമുണ്ടാകണം, യുദ്ധമുണ്ടാകണം, ഉടൻ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫസൽ ഗഫൂർ ഇവിടെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിന് ഇദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് വളരെ മറുപടി പറയുന്നുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് എന്ന സംഭവം കേട്ടത് തന്നെ ഈ സർക്കാർ, മോദി സർക്കാർ വന്നത് പിന്നെ അല്ലേ, അല്ലെങ്കിൽ മോദി സർക്കാർ അത് നടത്തിയത് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുവരെ സർജിക്കൽ സ്ട്രൈക്ക് എന്താണെന്നോ, അല്ലെങ്കിൽ യുദ്ധം നടത്തുന്നതിന്റെ മുന്നോടിയായി ഉള്ള നടപടികൾ എന്താണെന്നോ, അല്ലെങ്കിൽ ഒരു വാർ ഫ്രണ്ട് എന്താണെന്നോ ഒക്കെ ഫസൽ ഗഫൂറിന് വല്ലതും അറിയുമോ? ഇവിടെ യുദ്ധത്തിന്റെ യു എഴുതി കാണിച്ചാൽ ഓടി ഒളിക്കുന്ന, അല്ലെങ്കിൽ തോക്ക് കണ്ടാൽ പേടിച്ചോടുന്ന, ഈ വായിട്ടലയ്ക്കാനും മതതീവ്രത പറയാനും മാത്രം വാതുറക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിലേക്കൊക്കെ തന്നെ താങ്കൾ കാശ്മീരിലൊക്കെ ഡോക്ടറിനൊക്കെ പഠിച്ചതാണ്, ഈ മെഡിസിനൊക്കെ പഠിച്ച വ്യക്തിയാണ് ഫസൽ ഗഫൂർ. അദ്ദേഹത്തിന് കാശ്മീരിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയാമായിരിക്കും ചിലപ്പോൾ. ഇപ്പം കാശ്മീരിലൊന്ന് പോയി നോക്കണം, താങ്കൾ പഠിച്ച കോളേജിലൊക്കെ ഇന്ന് പോയി നോക്കണം എന്താണ് അവസ്ഥ. ഈ പഹൽഗാം ആക്രമണം മാറ്റി നിർത്തുക, പൊതുവെയുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പം കാരണം ഇപ്പോൾ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അവിടെ ഒരു തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, അത് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ്. അപ്പം കാശ്മീരിൽ പഠിച്ച MBBS MDയും ഒക്കെ പഠിച്ച ഡോക്ടർ ഫസൽ ഗഫൂർ അങ്ങ് ഇത്രയും വിദ്യാഭ്യാസമുള്ള വ്യക്തിയല്ലേ, അങ്ങ് ആൾക്കാരെ ചികിത്സിക്കുന്ന വ്യക്തിയല്ലേ, അങ്ങ് ഒരു മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ചെയർമാനൊക്കെയാണ്. അങ്ങ് ഇത്തരം കാര്യങ്ങളിൽ കിടന്ന അഭിപ്രായം പറഞ്ഞ് കിടന്ന് മെഴുകി കഴിഞ്ഞാൽ അങ്ങ് സ്വയം അപഹാസ്യനാവുകയുള്ളൂ, സ്വയം നാറുകയുള്ളൂ. കാരണം യുദ്ധത്തെക്കുറിച്ച്, യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച്, യുദ്ധരീതികളെക്കുറിച്ച് ഒക്കെ അങ്ങേക്ക് എന്തറിയാം? ചോദിച്ചത് ശരിയാണ്. സർജിക്കൽ സ്ട്രൈക്ക് എന്താണ്, സർജിക്കൽ സ്ട്രൈക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കിന്റെ ആവശ്യകത എന്താണ്, അവസ്ഥ എന്താണ്, ഇതൊക്കെ വലതും ഡോക്ടർ ഫസൽ ഗഫൂറിന് അറിയാം. അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന കാര്യം അസ്ത്രം കയ്യിലുണ്ടോ, ആവനാടിയിൽ അസ്ത്രം വേണം, എന്നിട്ട് വേണം ഇവിടെ BJPയെയും RSSനെയും ഒക്കെ ഒതുക്കാൻ, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചാനൽ ചർച്ചകളിൽ കയറിയിരുന്നു വലിയ മതേതരവാദവും മത സൗഹാർദ്ദത്തെക്കുറിച്ചും മത ഐക്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ പ്രസംഗിക്കാൻ നാണമുണ്ടോ സഖാവി? അങ്ങയുടെ രാഷ്ട്രീയം എന്താണെന്നോ, അങ്ങ് ആരാണെന്നോ എന്താണെന്നോ, അല്ലെങ്കിൽ അങ്ങയുടെ മറ്റ് ചിന്താഗതികൾ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളൊന്നും നടത്തരുത്. ഇവിടെ ഒരു സർക്കാരുണ്ട്, ഇവിടെ ഒരു പ്രതിരോധ മന്ത്രാലയമുണ്ട്, ഇവിടെ വിവിധ സൈനിക ശേഷികളുണ്ട്, അവർക്ക് ഇവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, ഇവിടെ മറ്റ് ഭരണ സംവിധാനങ്ങളുണ്ട്. അസ്ത്രം ഗഫൂർ അസ്ത്രങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ അസ്ത്രങ്ങളില്ല, കാരണം അമ്പും ആവനാഴിയും വില്ലും ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഏറ്റവും അത്യാധുനിക തോക്കുകളും ടൈറ്റൻ ടാങ്കുകളും അതുപോലെയുള്ള യുദ്ധോപകരണങ്ങളും റഫേൽ പോലുള്ള യുദ്ധ വിമാനങ്ങളും ഒക്കെ തന്നെയാണ് ഇന്ത്യയുടെ കൈവശമുള്ളത്. എങ്ങനെ, ആരെ ആക്രമിക്കണം, എന്തിനാക്രമിക്കണം, എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നൊക്കെ തന്നെ ഇവിടുത്തെ സർക്കാരിന്, രാജ്യം ഭരിക്കുന്ന സർക്കാരിനറിയാം. ഡോക്ടർ ഫസൽ ഗഫൂർ സാറിന്റെ യാതൊരു ഉപദേശവും ആഹ്വാനവും ഒന്നും ഈ വിഷയത്തിൽ ആവശ്യമില്ല. സ്വയം ഇങ്ങനെ ചീഞ്ഞു നാറി അവിടെയും ഇവിടെയും ഓരോന്ന് പറഞ്ഞ് സർജിക്കൽ സ്ട്രൈക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഏതെങ്കിലും തരത്തിൽ പ്രീണിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് വളരെ മോശമാണ് എന്ന് മാത്രം ഫസൽ ഗഫൂർ സാഹിബിനോട് വിനീതമായി പറഞ്ഞുകൊള്ളുന്നു. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18
പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശര്യാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.